സ്വപ്നം കണ്ട അധ്യാപിക എന്ന സ്വപ്നം നഷ്ടമാകുമോ എന്നൊരു ആശങ്കയായിരുന്നു മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഫൗസിയയ്ക്ക്. പഠനം പാതി വഴിയിൽ നിലച്ചെങ്കിലും +2 തുല്യതാ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും A+ നേടിയ യുവതിക്ക് പക്ഷേ DL.Edന് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒടുവിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടലോടെ ഫൗസിയയുടെ സ്വപ്നത്തിന് ചിറക് വീഴുകയാണ്. പത്താം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഫൗസിയ തുല്യതാ പരീക്ഷയിലൂടെയാണ് +2 പാസ്സായത്. എന്നാൽ തുല്യതാ പരീക്ഷ ഫലം വന്നപ്പോഴേക്കും DL.Edന് അപേക്ഷിക്കാനുള്ള സമയപരിധി കഴിഞ്ഞിരുന്നു. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയിട്ടും ഈ വർഷം DL.Ed കോഴ്സിന് ചേരാനാകില്ലെന്ന സങ്കടത്തിലായിരുന്നു ഇവർ. എന്നാൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടൽ വന്നതോടെ ഫൗസിയയുടെ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം നമ്മൾ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കുകയും അദ്ദേഹം അതിന് അനുകൂലമായൊരു നിലപാടെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ആ ഒരു കോഴ്സിന് ചേരാനും പഠിക്കാനും ഒരു അവസരമുണ്ട്. ഫൗസിയക്ക് ഇനി വീടിനടുത്തുള്ള ഒളവട്ടൂർ HIIT-യിൽ പഠിക്കാം. 10ഉം +2 എഴുതിയെടുത്തു. ഫുൾ A+ഓടെ പാസ്സായി. പിന്നെ DL.Edന് ചേരുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ റിസൾട്ട് അറിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ അഡ്മിഷൻ ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് ഇങ്ങനെ ഒരു വഴി നോക്കിയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അനുമതി നൽകുന്നത്. സാക്ഷര മിഷൻ പ്രതിനിധി മുജീബ് താനാളൂർ മുഖേനയാണ് ഫൗസിയയുടെ പ്രശ്നം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 24 തിരൂർ. ഇപ്പോൾ ഫൗസിയയ്ക്ക് അഭിനന്ദനങ്ങൾ. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കട്ടെ നമ്മളും ആശംസിക്കുകയാണ്.